ഭാഗമായുള്ള ചൂളിയാട് ദേശക്കാരുടെ ഓമനക്കാഴ്ചയെക്കുറിച്ചുള്ള ഐതിഹ്യം കേട്ടാലോ? പയ്യാവൂരപ്പന് ഊട്ടിന് ഒടുവിൽ ഭുജിക്കാനുള്ള പഴമെത്തിക്കുകയെന്ന സങ്കല്പഭാഗമായാണത്രേ ഓമനക്കാഴ്ച നടത്തുന്നത്. പയ്യാവൂരപ്പൻ ഊട്ടുത്സവത്തിന് ആവശ്യമായ വിഭവങ്ങൾ വിളയുന്ന പ്രദേശങ്ങളിൽ ചെന്ന് വർഷം തോറും മുടക്കം കൂടാതെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഏർപ്പാട് ചെയ്തു എന്നാണ് ഐതിഹ്യം. അതനുസരിച്ച് അരി കുടകിൽ നിന്നും, കറിസാധനങ്ങൾ ചേടിച്ചേരി കുട്ടാവ് എന്നിവിടങ്ങളിൽ നിന്നും, അഗ്നി കുറുമാത്തൂർ ഇല്ലത്ത് നിന്നും, തൈര് കുനാത്ത് നാട്ടിൽ നിന്നും, നെയ്യ് നാടെങ്ങുമുള്ള നായർ ഗൃഹങ്ങളിൽ നിന്നും എത്തിക്കാൻ ഏർപ്പാടാക്കി എന്നാണ് വിശ്വാസം. സദ്യയുടെ അവസാന വിഭവമായ പഴം എത്തിക്കാൻ ദേവൻ ആവശ്യപ്പെട്ടത് ചൂളിയാട്ടെ തീയ സമുദായക്കാരോടാണ്. 14 മുതൽ കുലകൾ ശേഖരിച്ചു തുടങ്ങും. അതായത് ഫെബ്രുവരി 14 മുതൽ കുലകൾ ശേഖരിച്ചു തുടങ്ങും. 18-ന് അവ പഴുക്കാനായി കുഴിയിൽ മൂടും. 4 സ്ഥലങ്ങളിൽ ഇതിനായി പ്രത്യേക കുഴികൾ തയ്യാറാക്കും. കുഴിയിൽ വച്ച കുലകൾ 21-ന് പുറത്തെടുത്ത് പന്തലിൽ തൂക്കിയിടും. അപ്പോഴേക്കും കുലകൾ സ്വർണ്ണ നിറം പകർന്നിട്ടുണ്ടാകും. ഗണപതിക്ക് വെക്കൽ, കുടവെപ്പ് തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടാകും. 22-ന് രാവിലെ 10 മണിയോടെ തടത്തിൽക്കാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആദ്യ കുലയെടുപ്പ് നടത്തും. വ്രതശുദ്ധരായ യുവാക്കൾ മുണ്ടും വേഷ്ടിയും ധരിച്ച് നഗ്നപാതരായി വേണം കാഴ്ചത്തണ്ട് ചുമലിലേറ്റാൻ. കാഴ്ചയെഴുന്നള്ളിപ്പ് കാണാൻ എത്തിച്ചേരുന്നവർക്ക് പാനകം നൽകും. ഓമനക്കാഴ്ച പയ്യാവൂർ അമ്പലത്തിൽ എത്തുമ്പോൾ ക്ഷേത്രസ്ഥാനികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാഴ്ചയെടുപ്പുകാരെ സ്വീകരിക്കും. ക്ഷേത്രത്തിന് പുറത്തുള്ള പ്രത്യേക തറയിൽ 5 മണിയോടെ കുലകൾ സമർപ്പിക്കും. 23-ന് അടിയിലൂട്ടിനു വേണ്ടി കോമരത്തച്ഛനാണ് കുലവാരൽ നിർവഹിക്കുക. അതുവരെ കുല സൂക്ഷിക്കുകയും ചൂളിയാട്ടുകാരുടെ ചുമതലയാണ്. കുലയുമായി എത്തിയവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് കൊങ്ങാഴി അരി നിവേദ്യമായി ലഭിക്കുമത്രേ.